അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ,
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. നമ്മളിന്ന് ഉടമ്പടി ഉപയോഗിക്കുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ, നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. അതിന് നേരത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ദൈവ പരിപാലന എന്നാണ്, പ്രൊവിഡൻസ്. അത് സാധാരണ ആൾക്കാർ അങ്ങനെ പറയണം, എന്നുവെച്ചാൽ ഡിവോയിഡ് ഓഫ് എനി ഫിസിക്കൽ മെറിറ്റ്സ്. അവരുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായ ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോൾ, എന്നിട്ടും അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയണതാണ് ഇത് ദൈവപരിപാലനയാണെന്ന് പറയും. ദൈവപരിപാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദൈവപരിപാലന എന്ന് പറയണതും ഇന്ന് കൃപയെന്ന് പറയണതും ഈ രണ്ടും കണ്ടൻറ്റ് വൈസ് ഒന്നാണ്. പിന്നെ ആപ്ലിക്കേഷൻ വൈസ് ദൈവപരിപാലന ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ഏകപക്ഷികമായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കൃപ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിന് നീതീകരിക്കുന്ന ഗാഠമായ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പദ്ധതി അനുസരിച്ചുകൊണ്ട് ദൈവപ്രസാദം കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യത്തെ കൃപ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെ പറയണത്. കൃപയെ പറഞ്ഞപ്പോൾ മേൽകൃപയെന്നും കൂടി വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുക. അപ്പൊ ഈ കഴിവാണ് കൃപയായിട്ട് പിന്നീട് യോഹന്നാൻ 1:12 കഴിവെന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും പറഞ്ഞ യോഹന്നാൻ 1:16 കൃപയെന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പവറാണ് ശരിക്കും. ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാമല്ലോ. ചില ആൾക്കാർക്ക് കൃപ കുറവും, കുറച്ച് പേർക്ക് കൂടുതലും വരാൻ കാര്യം എന്താണ്? അത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിക്ക് ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരേ റിസൾട്ടല്ലല്ലോ. ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്പെയിനിലാണ് വർക്ക് ചെയ്യണത്. അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ആ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ജോലി അദ്ദേഹം കിട്ടണില്ല. 54 വയസ്സായിട്ടുണ്ട്. ഇയാൾ ചെയ്യണ വർക്കെന്ന് പറയണത് ഇപ്പോൾ അത് ജോലി കിട്ടിയോണ്ട് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞത്. അല്ല, വർക്ക് എന്ന് പറയണത് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് സ്പാനിഷ് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്തിനാണ്? ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി സ്പെയിൻകാരുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എന്താ ചെയ്യണത്? ഇങ്ങേർക്ക് മുറി സ്പാനിഷ് അറിയാൻ പാടുള്ളൂ. ആ അറിയാവുന്ന സ്പാനിഷ് വെച്ചുകൊണ്ട് ഇയാൾ കൃപാസനം എന്ന് പറയുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണ സ്ഥലമാണ്. അതിലേക്ക് ഒത്തിരിയേറെ മനുഷ്യർ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ പത്രം തരുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന്, ഈ സ്പാനിഷ് ഭാഷയിൽ ഈ പത്രത്തിൽ എഴുതി വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, സിൻസിയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാലും നമുക്കൊരു സൈദ്ധാന്തിക ഐഡിയോളജിക്കൽ ഫെയ്ത്ത് കാണാം. പക്ഷേ ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. പുല്ല് തിന്നുന്ന പശു എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് പുറത്തുള്ള പശുവാണ്. അതെന്ന് വെച്ചാൽ മിക്കവാറും പ്രവർത്തികളാണ് വരണത്. പ്രവർത്തികളെന്ന് പറയുമ്പോൾ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഈ കഴിവ് വർദ്ധിക്കും. ഉടമ്പടി നമ്മൾ ചെയ്യണ ഇതാണ്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞല്ലേ. ആ കഴിവ് തന്നെയാണ് 1:16 വരുമ്പോൾ കൃപയായിട്ട് നമുക്ക് യോഹന്നാൻ വിശദീകരിച്ച് തരണത്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ സ്പെയിൻകാരന്, ഇപ്പോൾ ഈ മലയാളി സ്പാനിഷ് ചെന്നിട്ട് ആ സ്പെയിൻ ഭാഷ പഠിച്ചിട്ടു കൃപാസനം പത്രം സ്പെയിൻകാർക്ക് കൊടുക്കുമ്പോൾ സ്പാനിഷ് ഭാഷയിൽ
കൃപാസനം മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ട് കൊടുക്കുകയാണ്. അയാളുടെ ജോലി അയാൾ പറഞ്ഞു കേൾക്കണം. അയാൾ പറയണ എൻ്റെ ഈ പ്രായത്തിന് ഞാൻ ചിന്തിക്കാത്ത അത്രയും ശമ്പളത്തിലാണ് അമ്മ എന്നെ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെ പ്ലേസ് ചെയ്യാതിരിക്കും? കാര്യം കൃപയ്ക്ക് മേൽകൃപയല്ലേ വരണത്. ഇതുകൊണ്ടാണ് ഈ ഇഡിയറ്റ്സിനോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടി ചെയ്യാൻ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഉടമ്പടി ചെയ്ത വർക്കുകൾ നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുക, ഒപ്പിച്ചുണ്ടാക്കുക, ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കരുത് എന്നുവെച്ചാൽ. പക്ഷേ ഇതുപോലെ സത്യസന്ധമായിട്ട് ദൈവത്തിന് ഒരിക്കൽ നമ്മൾ സത്യസന്ധരാണെന്ന് തോന്നിയ കാര്യം, സത്യസന്ധനായ മനുഷ്യൻ എപ്പോഴും സത്യസന്ധനായിരിക്കും. അപ്പം അങ്ങനെ ഒരാളെ ദൈവത്തിന് ഒരിക്കൽ സത്യസന്ധനായി തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യണത് മാനുഷികമായ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉടമ്പടി ഒന്ന് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവമാണെങ്കിൽ സത്യം എന്നല്ലേ ഈശോ പറഞ്ഞില്ലേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പം ദൈവത്തിന് ഈ സത്യമുള്ള ഒരാളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. സത്യമുള്ള ഒരാൾ. കാര്യം നമുക്ക് ഭയങ്കര പാടാണ് ഈ ഒരാളെ കിട്ടാൻ, ഒരു വലിയ പാടാണ്. ഈ മാതാവിനെ തന്നെ 4000 ലേഡീസിന് എത്രയോ 4000 കൊല്ലം എടുത്തിട്ടാണ് ഈ ലേഡീസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവസാനം കന്യാമറിയത്തിലേക്ക് ദൈവം വരണത്, ഈ വലിയ റിഡീം പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. 4000 കൊല്ലത്തെ അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. കാര്യം ഇതിനൊരു മോഡലുണ്ടല്ലോ. ദൈവം ആദ്യമേ തന്നെ ഈ രക്ഷകൻ്റെ അമ്മയുടെ യോഗ്യത പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ. ആ ഒരാൾ പരുവപ്പെട്ട ഒരാളെ കിട്ടണമെങ്കിൽ 4000 കൊല്ലം എടുത്താൽ പറയണം. അപ്പോൾ ദൈവമാണെങ്കിൽ ഒരാളെ നമുക്കെപ്പോഴും മുമ്പിൽ നമ്മുടെ വിശ്വാസം ഉയർത്തുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഷോർട്ട് കട്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയുള്ള ഒരാളായി ദൈവത്തിന് മനസ്സിലാകണം. അത് ഭയങ്കര വിജയമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗേഹത്തിൽ ആര് വസിക്കുമൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യം പറയുന്നില്ലേ. കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഇതാണ് ഈ ഒരു സങ്കീർത്തനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഈ 15-ാം സങ്കീർത്തനം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കഴിവിങ്ങനെ, ഇപ്പോൾ യോഹന്നാൻ 1:12 കഴിവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ദൈവമക്കളെന്ന് പറഞ്ഞാൽ കഴിവ് നൽകിയെന്ന് പറഞ്ഞാൽ പലതരം മക്കളില്ലേ. കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയവരുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നേറ്റതൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഓർത്തേക്കണം. അപ്പോൾ നല്ല കഴിവുള്ള മക്കളാകാൻ 15-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് നമ്മളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും. പിതാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് ഒരു സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തിയതിന്. എൻ്റെ പേര് സുധീഷ്. ഞാൻ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ വിജിഷ, പിന്നെ അമ്മ, 2 മക്കൾ. ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂലൈ 16-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് 6 ദിവസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ലാസ്റ്റ് അമ്മയ്ക്ക് തീരെ ആരോഗ്യക്കുറവൊക്കെ ആയതിന് പേരിൽ ഒന്നും ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല, തീരെ രക്തക്കുറവൊക്കെയാണ്. അപ്പോൾ കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 1 മാസം മെഡിസിൻ എടുത്തിട്ട് വരാൻ പറഞ്ഞ് വിശ്രമിക്ക്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആരോഗ്യമൊക്കെ ആവാൻ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ നമുക്ക് പരസഹായം ഇല്ലാതെ അമ്മയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു.
അങ്ങനെ ഞങ്ങളൊരാളെ അമ്മേനെ, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞാൻ ഡ്രൈവറാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പോകണം, എൻ്റെ വൈഫിനും ജോലിക്ക് പോയെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ അമ്മയെ നോക്കി അമ്മക്ക് സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം ആക്കി തരണേ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവിനെക്കുറിച്ച് അറിയണത്. അങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ പിറ്റേന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരാനിരുന്നതിൻ്റെ അന്ന് രാവിലെ അമ്മ സ്വന്തമായിട്ട് അമ്മ തന്നെ എഴുന്നേറ്റിരുന്ന് എനിക്ക് കുറച്ച് കഞ്ഞി താ മകളെ എന്ന് പറഞ്ഞ്, അങ്ങനെ അത് തന്നെ ഒരു വലിയ അടയാളം. അവിടെ മുതൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് നല്ലൊരു വിശ്വാസമായി. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവിടെ മുതൽ അമ്മയുടെ ഈശോയുടെയും സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം അത് തന്നെയാണ്. രണ്ടാമതായിട്ട് എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറച്ചുകൂടി വേറൊരു വാൻ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെയുള്ളൊരു വണ്ടി കൊടുക്കാനുണ്ടായിരുന്നു. അത് എടുക്കണമെന്ന് മാതാവിനോട് അതിയായിട്ടൊരു ആഗ്രഹം പറഞ്ഞു. ലോൺ എടുക്കാതെ ഒരു കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അമ്മയോട് അതിയായ ആഗ്രഹമുണ്ട്. അമ്മ എങ്ങനെയെങ്കിലും ലോൺ ശരിയാക്കി ആ വണ്ടി വേണമെന്ന് അമ്മയോട് പറഞ്ഞതിന് പ്രകാരം ഒരു 4 ദിവസം കൊണ്ട് തന്നെ സൊസൈറ്റിയിൽ 6 ലക്ഷം രൂപ ലോൺ പാസ്സാക്കി അമ്മ തന്നു. അതായത് ഞാനൊരു ബുധനാഴ്ച ലോണിൻ്റെ കാര്യങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പോയി. വ്യാഴാഴ്ച എനിക്ക് ആലപ്പുഴയ്ക്കായിരുന്നു ഓട്ടം. അപ്പോൾ ഞാൻ വണ്ടി ലോഡ് കയറ്റിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ച്, എൻ്റെ കയ്യിൽ ആധാരവും കരമടച്ച രസീതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുന്നാധാരവും. വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ അവിടെ ചെന്ന് കരമടച്ച് 32 വർഷത്തെ കുടിക്കട സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു. ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ ടൈം കഴിഞ്ഞ് നേരെ ആലപ്പുഴ വന്ന് ലോഡിറക്കി തിരിച്ച് ഇതിലേ വരുന്ന വഴി അമ്മയുടെ അടുത്ത് കയറി. എൻ്റെ കയ്യിൽ ആധാരവും മുന്നാധാരവും കരമടച്ച രസീതും ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് തുടക്കം മുതൽ ഇവിടെ എല്ലാ അമ്മയുടെ രൂപത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എത്രയും പെട്ടെന്ന് ലോൺ ശരിയാക്കി തരണം, ആ വണ്ടി എടുക്കണം. അതുപോലെ തന്നെ എൻ്റെ വീടും കിടപ്പാടവും പണയപ്പെടുത്തിയാണ് ഈ ലോൺ എടുക്കുന്നത്, എത്രയും പെട്ടെന്ന് അത് തിരിച്ചടയ്ക്കാനും എനിക്ക് സാധിക്കണമെന്ന് അമ്മയോട് പറഞ്ഞ്, അതിൻ്റെ പ്രകാരം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു. സാധാരണ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപേക്ഷ മേടിച്ച് വെച്ചിട്ട് അവർ ഉടനെ തന്നെ വന്ന് വിളിക്കാറില്ല, അല്ലെങ്കിൽ നോക്കാറില്ല. വന്നേക്കാമെന്ന് പറയും, അല്ലെങ്കിൽ വിളിച്ചേക്കാമെന്ന് പറയും. ഞാനിവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവരെന്നെ വിളിച്ച് ഞങ്ങൾ വില്ലേജിൽ നിന്നാണ്, ലൊക്കേഷൻ നോക്കാൻ വരുവാണ്, വീട്ടിൽ ആളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഒരു അടയാളമായിരുന്നു. അമ്മ അപ്പം ഉടനടി പരിഹാരം എന്ന് പറഞ്ഞാൽ അമ്മയോട് പറയണത് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അമ്മ അപ്പം തന്നെ കേൾക്കുന്നുള്ളതിനൊരു നേർ സാക്ഷ്യമാണത്. ഇവിടുന്ന് ഞാൻ ചെന്ന് അന്ന് അവർ വന്ന് സ്ഥലമൊക്കെ നോക്കിപ്പോയി. ഞാൻ അവിടെ വന്ന് ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോണിലേക്ക് മെസ്സേജും വന്ന് 32 വർഷത്തെ കുടിക്കട സർട്ടിഫിക്കറ്റ് ഞാൻ അപേക്ഷ രാവിലെ കൊടുത്തിട്ട് പോയതാണ്. വൈകുന്നേരം ഞാൻ അവിടെ കടയിൽ വന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിടെ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നത്. അപ്പോൾ അത് രണ്ടും പെട്ടെന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ആ ഡോക്യുമെൻറ്റ്സ് കിട്ടി. ഞാൻ സെക്രട്ടറിയെ കാണാൻ പോയ എനിക്കിവിടെ നിന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു, 2 ആഴ്ച മുമ്പ് അപേക്ഷ വന്നേക്കണം, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ലോൺ എങ്ങനെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇല്ലാതെ ലോൺ തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞ്. ഞാൻ എങ്ങനെയെങ്കിലും അമ്മയോട് സങ്കടം പറഞ്ഞു. ഞാൻ അമ്മയോട് മാത്രമേ സങ്കടം പറയാറുള്ളൂ. അതിന് പ്രകാരം അമ്മ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ശനിയാഴ്ച 2 മണിക്കുള്ളിൽ തന്നെ എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും സമർപ്പിച്ച് അവർ ലോൺ പാസ്സാക്കി. അപ്പോൾ അന്ന് ദിവസം എന്നെ വഴക്ക് പറഞ്ഞ സെക്രട്ടറി പിറ്റേന്ന് ഇതെല്ലാം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് തന്നെ വല്ലാത്തൊരിതായി. അതിൻ്റെ പ്രകാരം അവരെനിക്ക് വണ്ടി എടുക്കാൻ ലോൺ പാസ്സാക്കിയിട്ട് ലോൺ ഗഹാനൊക്കെ എഴുതി അവർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് 3.5 ലക്ഷം രൂപ അവരുടെ റിസ്കിൽ എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ആണ് ഞാൻ ബാക്കി ഗോൾഡും കൂടി പണയം വെച്ച് ഞാൻ വണ്ടി പോയി എടുത്ത്. അങ്ങനെ അമ്മ തന്ന വണ്ടി ആയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അമ്മയുടെ അടുത്താണ് ആദ്യം കൊണ്ടുവന്ന് ആ വണ്ടി കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പോൾ അത് അമ്മയോട് പറഞ്ഞിരുന്ന പോലെ തന്നെ എനിക്ക് ഇതിന് ശേഷം 5 എന്നൊരു ഡേറ്റ് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ 5 അല്ല 6. അപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു 6 എന്നൊരു സംഖ്യ എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും എന്നോട് കണ്ണടച്ച് തുറക്കുമ്പോഴൊക്കെ ഒരു 6 എന്നൊരു സംഖ്യ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ സൊസൈറ്റിയിൽ പലിശയൊക്കെ കൂടുതലാണ്. 13% ലോണിന് പലിശയുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ അടച്ചിട്ട് 1 വർഷത്തിൽ കൂടുതൽ അടച്ചിട്ടും ലോൺ ഒന്നും ആവുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഗോൾഡിനൊക്കെ വില കൂടിയ സമയത്ത് വൈഫ് പറയുന്നത്, നമുക്ക് കുറച്ച് ഗോൾഡ് ഉണ്ടല്ലോ കൊണ്ട് പണയം വെച്ചിട്ട് നമുക്ക് ആ ലോൺ ക്ലോസ് ചെയ്താലോ എന്ന് പറഞ്ഞ്.
അപ്പോൾ അങ്ങനെ അന്ന് തന്നെ പറയുമ്പോൾ എല്ലാം പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് തന്നെ നമ്മൾ ലോൺ കൊണ്ട് സൊസൈറ്റി കൊണ്ട് വേറെ ഒരു ബാങ്കിൽ കൊണ്ട് കേരള ബാങ്കിൽ കൊണ്ട് പണയം വെച്ച്, അപ്പോൾ അതിൽ 7% 9% പലിശയുള്ളൂ. അങ്ങനെ അന്ന് തന്നെ ആ ഒരു എമൗണ്ട് കിട്ടി. പിറ്റേന്ന് തന്നെ ബാങ്കിൽ കൊണ്ട് ആ ലോണിൻ്റെ എമൗണ്ട് പൂർണ്ണമായിട്ട് അടച്ച് ആ ലോൺ തീർക്കാനും സാധിച്ചു. അപ്പോൾ അമ്മയോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മ ആ വണ്ടി ലോൺ ശരിയാക്കി തന്നെ, അതുപോലെ തന്നെ എൻ്റെ കിടപ്പാടുമാണ്, എനിക്കത് നഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞതും അതും അമ്മ ഞാൻ മറന്നുപോയെങ്കിലും അമ്മ അതെല്ലാം കേട്ട് എനിക്ക് പിറ്റേന്നാണ് മനസ്സിലായത്. 6 എന്ന സംഖ്യ മനസ്സിലായത് എനിക്ക് ജൂൺ 6-ാം തീയതി ഏപ്രിൽ 6-ാം തീയതിയാണ് ഞാൻ ആ ലോൺ ക്ലോസ് ചെയ്തത് കഴിഞ്ഞ മാസം. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അമ്മ സാധിച്ചു തന്നു. പിന്നെ ചെറുതും വലുതായിട്ടുള്ള അനുഗ്രഹം എന്ന് എൻ്റെ കാലിന് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഒരു 80 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ എനിക്ക് കാൽമുട്ടിന് ഭയങ്കരമായിട്ട് നീര് വന്ന് വേദന എടുക്കും. പിന്നെ ഒരു 10-15 മിനിറ്റ് ഞാൻ വണ്ടിയോടെ നിർത്തിയിട്ട് ബാമൊക്കെ തേച്ച് അങ്ങനെയാണ് പിന്നെ വണ്ടി ഓടിക്കാൻ സാധിക്കുള്ളായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോഴും എൻ്റെ ഒരു വണ്ടിയിൽ ഒരു ഡപ്പയിൽ ഉപ്പും ഉണ്ടാവും, അമ്മയുടെ തൈലവും ഉണ്ടാവും. ഞാൻ ആ തൈലം എടുത്ത് വേദന വരുന്ന സമയത്ത് ഞാൻ കാൽമുട്ടിൽ ശരിക്കും കുരിശടയാളം വരച്ച് അല്ലാതെ മൊത്തം പുരട്ടി പ്രാർത്ഥിക്കും അമ്മയോട്, അമ്മ എനിക്ക് വേദന മാറ്റി തന്നെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രാവശ്യം വേദന ഉണ്ടായെങ്കിലും ഞാനത് ആ നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ആ വേദന മാറി. പിന്നെ എനിക്ക് ഇന്ന് വരെ ഇപ്പോൾ ഒരു 10, 250, 300 കിലോമീറ്ററൊക്കെ നമ്മൾ മടുക്കുമ്പോൾ വണ്ടി നിർത്തണമല്ലോ, അല്ലാതെ എത്ര വണ്ടി ഓടിച്ചാലും എനിക്ക് ഒരു വേദനയും തോന്നാറില്ല. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാറുണ്ട്. പല ആപത്തുകളിൽ നിന്നും, അതാർക്കാണെങ്കിലും സംഭവിക്കുന്നതാണ്, പല ആപത്തുകളിൽ നിന്നും അങ്ങനെ അമ്മ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പല അപകടങ്ങളിലും ചെന്ന് പെടുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഞാൻ അമ്മ തട്ടി വിളിക്കണ പോലെ ഞാൻ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ വിരലിന് ഒരു പൊട്ടലുണ്ടായി ഇങ്ങനെ വളഞ്ഞിരിക്കുമായിരുന്നു ഒരു വശത്തേക്ക്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് അന്ന് ഞാൻ ആ ഒരു കണക്കിന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി തിരിച്ച് എനിക്ക് വണ്ടി കാല് വയ്യാതെ ആയിട്ടും ഓടിച്ചതിന് പ്രകാരം എനിക്ക് ഭയങ്കരമായിട്ട് നീര് വെച്ച് എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയായി, ഭയങ്കര വേദന. അടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് വിരലിന് പൊട്ടലുണ്ട്, ക്ലിപ്പ് ഇടണം, 1.5 മാസത്തേക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യരുത്, റെസ്റ്റ് വേണമെന്ന് നല്ലോണം പറഞ്ഞ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് റെസ്റ്റ് എടുത്തിരുന്നാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും, എനിക്ക് വണ്ടി ഓടിക്കാതെ എനിക്ക് സാധിക്കില്ല, അമ്മ എനിക്ക് വേദനയൊന്ന് മാറ്റി തന്നെ, കാൽവിരൽ വളഞ്ഞിരുന്നാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ പിറ്റേന്ന് തന്നെ എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആ ക്ലിപ്പൊക്കെ ഊരി വെച്ചിട്ട് അമ്മയുടെ തൈലം പുരട്ടി ഉപ്പുമൊക്കെ കഴിച്ച് തേനുമൊക്കെ കഴിച്ച് ഞാൻ നേരെ വണ്ടിയെടുത്ത് പോയി. പിന്നെ ആ വേദന മാറിയത് എപ്പോഴാണെന്നോ കാൽവിരൽ നിവർന്നത് എപ്പോഴാണെന്നോ ഒന്നും ഞാൻ ഓർക്കണ പോലുമില്ല. അതിനെക്കുറിച്ച് ആ ഭാഗത്തേക്ക് പിന്നെ നോക്കേണ്ടി വന്നിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. 1.5 മാസം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ഞാൻ ഇരുന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് മദ്യപിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. 10-15 വർഷമൊക്കെ ആയിട്ട് ഞാൻ കുറേശ്ശെയൊക്കെ കഴിക്കുമായിരുന്നു. ഡ്രൈവർമാരാകുമ്പോഴത്തേക്കും എല്ലാവരുമൊക്കെ കഴിക്കുന്നുള്ളൊരു ഇതിൽ ഞാനും അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് ക്ഷീണിക്കുമ്പോഴത്തേക്കും നേരത്തെ ഉടമ്പടിക്ക് മുമ്പുള്ള കാര്യമാണ്. ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പൊക്കെ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ എന്നെ വൈഫ് വഴക്ക് പറഞ്ഞ്, എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ പാലിക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യണേ എന്തിനാന്നൊക്കെ വഴക്ക് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വഴക്കിട്ടു. അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ മനസ്സുകൊണ്ട് എന്തോ നേരെ ഉടമ്പടിയിൽ നേരാവണ്ണം നിൽക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീർന്നായിരുന്നു. ഞാൻ അന്ന് അമ്മയുടെ അടുത്ത് വന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് വന്ന് കരഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് ഉടമ്പടി ബുക്ക് എടുത്ത് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവച്ചു. ഞാൻ പിറ്റേന്ന് എനിക്ക് ചേർത്തലയ്ക്കായിരുന്നു ഓട്ടം. ഞാൻ വീട്ടിലാരോടും പറയാതെ ഞാൻ പിറ്റേന്ന് വന്ന് ചേർത്തലയിൽ ഓട്ടം കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് കയറി. ക്ലാസ്സിലിരിക്കുമ്പോൾ ആ ഫോട്ടോ എടുത്ത് വൈഫിനിട്ട് കൊടുത്തപ്പോഴാണ് വൈഫ് പോലും അറിയണേ ആ ഉടമ്പടി പുതുക്കാൻ വന്നു എന്നുള്ളത്. ഞാൻ അന്ന് അവിടെ മുതൽ 2ാമത്തെ ഉടമ്പടി മുതൽ ഞാൻ കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ കൃത്യമായിട്ട് പാലിച്ച് അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തരുന്നുണ്ട്. അതുപോലെ തന്നെ 3ാമത്തെ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പോൾ അമ്മനെ ആനയിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മേനെ എനിക്ക് എടുക്കാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും അമ്മ പറയാറുണ്ടല്ലോ, അമ്മ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന്. അതുപോലെ പറഞ്ഞ് ഞാനും അങ്ങനെ പറഞ്ഞ്, അമ്മ മെയ് 30-ാം എൻ്റെ ബർത്ത്ഡേ, അമ്മ എനിക്ക് എന്താ അമ്മ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെന്നൊന്നും തീർത്ത് പറഞ്ഞില്ല. പക്ഷേ ഇപ്പം ഞാൻ വന്നപ്പോൾ ഓർക്കുക, ഇന്ന് 28-ാം തീയതിയാണ്, മെയ് മാസം. അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ളതിൽ വലിയൊരു ഗിഫ്റ്റായിട്ടും അതിൽ പല ഒരു ഗിഫ്റ്റ് അമ്മ എന്താ എനിക്ക് തന്നത്, വേറെ. പിന്നെ എൻ്റെ വൈഫിന് സ്ഥിരമായിട്ട് ഒരു ജോലിയില്ലായിരുന്നു. 6 മാസം താൽക്കാലികമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നത്. ഒരു 6 മാസത്തേക്ക് കിട്ടിയതാണത്.
അങ്ങനെ 6 മാസത്തേക്കെന്ന് പറഞ്ഞാൽ കിട്ടിയത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പലയിടത്തായിട്ട് മാറി. ഒരു ദിവസം പോലും അമ്മ വീട്ടിൽ ഇരുത്താതെ ഇന്നിപ്പോൾ 4 വർഷത്തിൽ കൂടുതലായിട്ട് ഓരോ ജോലി കിട്ടുന്നുണ്ട്, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മൾ കുടുംബത്തെ അമ്മ സംരക്ഷിച്ചു പോകുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് വരെ ഇതാണ് എൻ്റെ അമ്മയ്ക്ക് തീരെ ആരോഗ്യക്കുറവാണ്, രക്തമില്ല, അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല, മത്സ്യവും മാംസമൊന്നും അമ്മ കൂട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് കുറേശ്ശെയൊക്കെ ചെറു മത്സ്യങ്ങളെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇപ്പം അമ്മ അത്യാവശ്യം മത്സ്യമൊക്കെ കൂട്ടും ചെറുതായിട്ടും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അസുഖങ്ങളുമില്ല, ഒരു ഗുളിക പോലും കഴിക്കുന്നില്ല. ഒരു ഗുളിക പോലും കഴിക്കാതെ അമ്മ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ 2 മക്കളെ വീട്ടിലാക്കിയിട്ട് എവിടെ വേണമെങ്കിലും പോകാമല്ലോ, വീട്ടിൽ അമ്മയുടെ കൂടെ ആക്കിയെന്ന് പറയാമല്ലോ. അച്ഛനും ഉണ്ട് വീട്ടിൽ, അച്ഛനും പ്രായമായ ആളാണ്, എന്നാലും അസുഖങ്ങളൊന്നുമില്ലാതെ എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ ഞാൻ ഓട്ടത്തിലാണെങ്കിൽ ഞാൻ വണ്ടിയിൽ പ്രാർത്ഥിക്കും, ഇവർ 2 പേരും വീട്ടിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം തൈലം കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കുമൊക്കെ കുരിശ് വരയ്ക്ക്, എല്ലാവരും കുരിശ് വരച്ച് രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദിവസം തുടങ്ങുന്ന തന്നെ 5:30 പ്രാർത്ഥന കഴിഞ്ഞിട്ട് അല്പം ഉപ്പും തേനും കഴിക്കും, തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഒരു 1.5 വർഷത്തിൽ 2 വർഷത്തോളം അടുത്താവാറുണ്ട്. ഞാനൊരു മദ്യപിക്കാനുള്ളൊരു തോന്നലോ അങ്ങനെ ഒരു തുള്ളി ഒരു ബിയർ പോലും കുടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പല അവസരങ്ങളിലും പല കൂട്ടുകാരും പറയാറുണ്ട് ഒരു ഗ്ലാസ് ഒരു ബിയറെങ്കിലും കഴിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഇന്ന് വരെ കഴിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെ അതിൽ നിന്ന് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അമ്മ ആ മദ്യപാനത്തിൽ നിന്നും മാറ്റി തന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു കുടിയല്ല, എങ്കിലും വല്ലപ്പോഴും കഴിക്കുമ്പോഴത്തേക്കും നല്ലോണം കഴിക്കുമായിരുന്നു. ഞാൻ കഴിക്കണ കാര്യം പുറത്തു പോലും അറിയത്തില്ല, എന്നുവെച്ചാൽ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്ന കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 1.5 വർഷത്തിലേറെയായി ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്ന ഒരു അസുഖം, എന്തെങ്കിലും ഒരു പാരസെറ്റമോൾ, ഒരു ജലദോഷം വന്ന ഒരു സിട്രിസിൻ പോലും കഴിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഒരു പാരസെറ്റമോൾ ഒരു മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അമ്മയുടെ ഉടമ്പടി വസ്തുക്കളല്ലാതെ. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മെഫ്താൾ സ്പാസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വേദനാ സംഹാരിയാണ് അത് കഴിച്ച് എനിക്ക് മാറാറുള്ളൂ. ഇപ്പം അങ്ങനെ അതൊന്നും കഴിക്കേണ്ടിയേ വന്നിട്ടില്ല. പിന്നെ ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയുടെ ഈശോയുടെയും കൈപിടിച്ച് ഉടമ്പടി ജീവിക്കുവാനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. എൻ്റെ മോൾക്ക് +1 എക്സാമിന് മോൾക്ക് മാർക്ക് കുറയാവുന്ന 2 വിഷയങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ട് 2 വിഷയങ്ങൾക്ക് തോറ്റുപോയി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം സെക്കൻഡ് ഇയറിൽ ആ വിഷയം കൂടി എഴുതിയെടുക്കണമെന്നുണ്ടായിരുന്നു. അത് എഴുതിയെടുത്തപ്പോഴത്തേക്ക് സെക്കൻഡ് ഇയറിൽ എഴുതിയപ്പോഴും 2 വിഷയത്തിൽ 1 വിഷയം കിട്ടിയില്ല. പഠിക്കാൻ ഇത്തിരി പുറകോട്ടായിരുന്നു ഇടക്കാലം കൊണ്ട്, അങ്ങനെ പുറകോട്ടായി പോയി. അപ്പോൾ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്ദനേനെ കുറച്ചുകൂടി നമ്മൾ നോക്കിയില്ലെങ്കിൽ കെയർ ചെയ്തില്ലെങ്കിൽ അവൾ ചിലപ്പോൾ ജയിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിന്ന് അമ്മ പൂർണ്ണമായിട്ടും മോളെ വിജയിപ്പിച്ചു, എല്ലാ വിഷയങ്ങൾക്കും വിജയിപ്പിച്ചു. അമ്മ +2 പരീക്ഷ പാസ്സാക്കി തന്നു. അതിന് ഒരുപാട് നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് വിജീഷ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. ഞാൻ ചേട്ടൻ്റെ മദ്യപാനത്തെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ പൂർണ്ണമായി നിർത്തിത്തന്ന് എന്നെ സംരക്ഷിച്ചു. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകി. പിന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മ മാറ്റിത്തന്നു. +2 +1 പരീക്ഷയ്ക്ക് അവൾ 2 വിഷയത്തിന് പോയായിരുന്നു. അത് അവൾക്ക് നല്ല വിജയം നൽകി, അവളെ അനുഗ്രഹിച്ചു. പിന്നെ ഇളയ മോൾക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അത് അമ്മ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി നൽകി. പിന്നെ അവൾക്ക് എപ്പോഴും വയറുവേദനയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും വയറുവേദനയാണ്. അതിൽ നിന്നും അവൾ പൂർണ്ണമായിട്ടും അവളെ അമ്മ സംരക്ഷിച്ചു. പിന്നെ ഞാനിവിടെ വരുമ്പോൾ അമ്മയുടെ ഓരോ പ്രാവശ്യം തെളിവ് ചോദിക്കാറുണ്ട്, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന്. അങ്ങനെ ഞങ്ങളൊരു തവണ ഇവിടെ പെസഹാവേഴത്തിന് വന്നപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, അമ്മ എന്നെ നോക്കുന്നില്ലല്ലോ ഏട്ടാ, അമ്മ എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞ്, അമ്മ ഇവക്ക് പോണതിന് മുമ്പ് എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കണം കേട്ടോ എന്ന്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ
അമ്മ മാതാവിൻ്റെ അടുത്തിട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് പേര് കൂടി നിൽക്കുന്നു. ഞങ്ങൾ ഓടി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ പുറത്തേട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹം മേടിക്കണമെങ്കിൽ ഇങ്ങനെ നീങ്ങി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്കും ചേട്ടനും അച്ഛൻ്റെ അനുഗ്രഹം അന്ന് കിട്ടി. പിന്നെ ഞാൻ 9ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞ് ഇന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു തെളിവ് നൽകണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ എൻ്റെ പുറകിൽ വന്ന് നിൽക്കണു. അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ അവിടെ ഇരുന്നോ, എഴുന്നേൽക്കണ്ട. എൻ്റെ തിരക്കും വെപ്രാളം കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മേളിൽ ഉടമ്പടി പുതുക്കാനുണ്ടായിരുന്ന എല്ലാവരും ചാടി എഴുന്നേറ്റ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് എല്ലാവരും അവിടെ ഇരുന്നോ മക്കളെ, തിരക്ക് കൂട്ടണ്ട. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് എല്ലാ മാസവും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഓട്ടോ ഈ ഭാഗത്തേക്ക് കിട്ടാറുണ്ട്. എല്ലാ മാസവും വന്നിട്ട് അമ്മയുടെ അമ്മയുടെ പത്രം വാങ്ങിക്കൊണ്ട് പോകും. വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ വൈഫിന് കൊടുക്കും. എൻ്റെ അടുത്ത് ഞാൻ വണ്ടിയിലും വെക്കും. ഞാനിങ്ങനെ ഓരോ അകലങ്ങളിലേക്കൊക്കെ ഓട്ടം പോകുമ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓട്ടോ ഡ്രൈവർമാർക്ക് കൊടുക്കാറുണ്ട്. അവരോട് പറയും, ഇരുന്ന് പറഞ്ഞ് സംസാരിച്ചവരെ കൊടുക്കുള്ളൂ. കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചിലർ അറിയില്ല. അപ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് പറയും. എന്നിട്ട് ഞാൻ പറയും, ചേട്ടാ ഓട്ടോയിൽ വെച്ച് വന്നിട്ട് ഇത് വായിക്കണം, സമയം കിട്ടുമ്പോൾ വായിക്കണം. ഞാനും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളിൽ തരുന്നത്. എന്നിട്ട് ഇതുപോലെ കളയാതെ നമ്മുടെ വണ്ടിയിൽ കയറുന്ന ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് ഇത് ചേട്ടൻ പത്രം വായിച്ചിട്ട് അവർക്ക് കൈമാറണം, അവർക്കും കൊടുക്കണം. അങ്ങനെ പറഞ്ഞാണ് അവർ കൊടുക്കാറ്. പിന്നെ സാധാരണ ചെറിയ ചെറിയ വീടുകളുള്ളിടത്തൊക്കെ ഞാൻ കണ്ട് വണ്ടി നിർത്തി അവിടെ ആ വീടുകൾ ഒരു ഏരിയ ഒക്കെ ചില കോളനി പോലത്തുള്ള ഏരിയയിലൊക്കെ കയറി ഇടുക്കി, കട്ടപ്പന, ഇടുക്കി ചെറുതോണി ടൗണിലൊക്കെ കടകൾ ഒക്കെ കയറി ഇറങ്ങി കിടന്ന് ഞാൻ പത്രം എല്ലാവരോടും പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. ആരോടും ഒരു പത്രം മേടിക്കാവോ അങ്ങനെ ആർക്കും നിർബന്ധിച്ച് കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പത്രം എനിക്ക് തികയാതെ വരാറേ ഉള്ളൂ. ഓരോ എടുത്ത് കോളനികളൊക്കെ ആണെങ്കിലും വീടുകൾ കയറി അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം കട്ടപ്പനയിൽ നിന്ന് തിരിച്ച് ഞാൻ വാഗമൺ റൂട്ടിൽ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഒരമ്മ ഒരു മുറ്റത്ത് നിന്ന് നിരങ്ങി പുല്ല് പറിക്കണം. അപ്പോൾ ആ അമ്മേൻ്റെ അടുത്ത് ഞങ്ങൾക്ക് എന്തോ അവിടെ നിർത്താൻ തോന്നി. അങ്ങനെ അവിടെ കയറിയപ്പോൾ അമ്മക്ക് തീരെ വയ്യാതാണ്. അപ്പോൾ അമ്മ കൃപാസന മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മയുടെ ഈ പത്രം കൊടുത്ത് ശരിക്കും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ 2-3 പ്രാവശ്യം ഞാൻ പോയപ്പോൾ അതിൽ സാമ്പത്തികമായിട്ട് സഹായം കൊടുത്തു. ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്കും പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു. അന്ന് അമ്മയുടെ ഒരു ഫോട്ടോ കൊണ്ട് കൊടുത്തു. ഇവിടുന്ന് വാങ്ങിയൊരു ഫോട്ടോ, കാശ് രൂപം, പിന്നെ ഒരു പത്രം, ജപമാല, ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ ആ അമ്മയും മകനും മാത്രമേ വീട്ടിലുള്ളൂ. അവരുടെ മകൻ്റെ ഭാര്യ മകന് സുഖമില്ലാവുന്നപ്പോഴത്തേക്കും ഭാര്യ മക്കളെയായിട്ട് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. 2ാമതും 3ാമതും പോയി 4ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അമ്മേനോട് പറഞ്ഞ്, മോനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പിണങ്ങിപ്പോയ മകള് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനും പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഫലം ഉണ്ടാവും. അപ്പോൾ അമ്മ 4ാമത് ചെന്നപ്പോഴത്തേക്ക് അവിടെ അടുത്തുള്ളൊരു ചേച്ചി അവർ കട്ടപ്പനയിൽ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഭയങ്കര സന്തോഷത്തിലിരിക്കും. ഇവിടെ എന്തെങ്കിലും അവർ ആ അമ്മയ്ക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് ആ അമ്മയുടെ കുടുംബത്തെയും യേശു തൊടുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ഞാൻ പറഞ്ഞതിൽ പ്രകാരം പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഉടമ്പടി വന്ന് എടുത്തിട്ടുണ്ട്. ഞാനും അടുത്തുള്ളൊരു ചേച്ചിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മെയ് 1-ാം തീയതി പുതുക്കാൻ വന്നപ്പോൾ 23 പേര് ഒരു വണ്ടി എടുത്ത് അത്രയും പേരെ ഇവിടെ കൊണ്ടുവന്നു. അവരൊക്കെ അന്ന് സാക്ഷി എഴുതി കൊടുത്തു. അന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരുടെയും കൂടി സൗകര്യമായ കാരണം അന്ന് പറയാതെ പോയത്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഈ പറഞ്ഞല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന സുഖമില്ലാത്ത റിയലി ആയിട്ടുള്ളവർക്കെല്ലാം അങ്ങനെ കഴിയുന്ന സഹായം കൊടുക്കാറുണ്ട്. സുഖമില്ലാത്ത വീടുകൾ സന്ദർശിച്ച് അവർക്ക് സാമ്പത്തികമായിട്ട് എന്നാൽ നമ്മളെ കൊണ്ട് കിട്ടുന്ന ഉള്ള പോലുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു വൃദ്ധമന്ദിരം അവിടെ സന്ദർശിച്ച് വൈഫും മോളും കൂടി അവിടെ അവർ കുറച്ച് പേരെ പോയി കുളിപ്പിക്കാൻ സഹായിച്ച് ഞാനപ്പോൾ അവിടെ ഒക്കെ വൃത്തിയാക്കും, ടോയ്ലറ്റും ഒക്കെ കഴുകാനും ഒക്കെ കൂടി അങ്ങനെ ഒക്കെ പ്രേക്ഷിത പേരും കാരുണ്യപ്രവൃത്തികളും അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 1-ാം തീയതി ഞങ്ങളെല്ലാവരും വന്ന കൂട്ടത്തിൽ എൻ്റെ മോളും ഇപ്പോൾ ഉടമ്പടി എടുത്തേക്കാണ്. അവളും ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം അമ്മ ഇപ്പോൾ ഒരുപാട് തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മെഴുകുതിരിയിലൊക്കെ ധാരാളം പ്രാവശ്യം അമ്മ തിരുഹൃദയമായിട്ടും അമ്മയായിട്ടും ഈശോയായിട്ടും റോസാപ്പൂവായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട്. അമ്മ ഈശോയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ജീവിതകാലം മുഴുവൻ അമ്മയുടെയും ഈശോയുടെയും കൈപിടിച്ച് ഉടമ്പടി ജീവിക്കുവാനാണ് എൻ്റെ ആഗ്രഹം. ഇതോടെ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി.
അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 സുധീഷ് എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും ഈശോയുടെയും അമ്മയുടെയും വലിയ ഒരു സംരക്ഷണത്തിൻ്റെയും ഈശോയുടെ ആ വലത് കൈയുടെ താങ്ങി നിർത്തിയ ദൈവത്തിൻ്റെ ആ വാത്സല്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവസാക്ഷ്യമാണ് ഇന്ന് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൻ പറഞ്ഞതുപോലെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മയോട് ചോദിച്ചത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്നായിരുന്നു. അത് ഒരു ഗിഫ്റ്റാണ് ചോദിച്ചത്. പക്ഷെങ്കിൽ അമ്മ നല്ലൊരു ഗിഫ്റ്റാണ് തന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ അമ്മയുടെ ഒരു ഗിഫ്റ്റായിട്ടാണ് സുധീഷ് കണക്കാക്കുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കുടുംബമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് സുധീഷ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടുത്തെ വാത്സല്യം നമ്മെ വലിയവനാക്കുന്നു. ഉടമ്പടിയിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്. ദൈവം നമ്മെ മാറ്റി രൂപാന്തരപ്പെടുത്തി ഒരു വിശുദ്ധിയിൽ ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. കൃപാസനം ആത്മീയത നമ്മെ വിനയത്തിലേക്കും വിശ്വാസത്തിലേക്കും പരിശുദ്ധിയിലേക്കുമാണ് നമ്മെ വളർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ കർത്താവെ എൻ്റെ പരിചയമാകണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. തളരുമ്പോൾ ദൈവമേ അവിടുത്തെ എൻ്റെ വലതുകൈ കൊണ്ട് എന്നെ താങ്ങണമേ എന്നും വിജയത്തിൽ എല്ലാം അവിടുത്തെ കൃപയാണെന്ന് പറയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. സുധീഷിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സേതുലക്ഷ്മി എന്നാണ്. ഞാൻ മുണ്ടക്കയം ഏന്തേറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 2023 മെയ് മാസം 23 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2021 ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ പത്രം എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത്. അന്നേരം ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, മോളെ നീ എത്രയും പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ പോകണമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം 2023 ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് IELTS പഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ മേഡം പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന സമയത്ത് എനിക്കിങ്ങനെ UK ഡൊമിസിലറി കെയറിൻ്റെ ഒരു പുറത്തേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. അധികമായിട്ട് കാരുണ്യപ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്. പിന്നെ ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. അതിനുശേഷം ജപമാല, സമ്പൂർണ്ണ ജപമാല എനിക്ക് 1 മണിക്കൂർ നിന്ന് ചൊല്ലാനുള്ള ഒരു കൃപ ലഭിച്ചു. അതുപോലെ തന്നെ മാതാവിനോട് കൂടുതലായിട്ട് അടുത്തു. അപ്പം മാതാവ് ഈശോയെ നമ്മുടെ കൈ പിടിപ്പിച്ച് തരുന്നൊരു അനുഭവമായിരുന്നു. അങ്ങനെ ബൈബിൾ എനിക്ക് കിട്ടി. ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനുള്ളൊരു അഭിഷേകം ലഭിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഫുൾ ടൈം കൃപാസനത്തിൻ്റെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഫുൾ ടൈം സാക്ഷ്യം കേട്ടു, അച്ഛൻ്റെ ധ്യാനം കേട്ടു. അതുപോലെ തന്നെ വിജയകുമാർ സാറിൻ്റെ ടോക്കുണ്ട്, അനുഭവ സാക്ഷ്യം, അത് കേട്ടു. ഫുൾ ടൈം കൃപാസനം തന്നെയായിരുന്നു. അങ്ങനെ പോയി നിയോഗങ്ങളെല്ലാം മറന്നു. ഫുൾ ടൈം ഈശോയോട് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചു. അങ്ങനെ ഈ UK വന്നപ്പം തന്നെ അതിന് 10 ലക്ഷം രൂപ വേണമായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പം അവർ പറഞ്ഞു നമുക്ക് വാലുവേഷൻ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്ന് ഞാൻ വീട്ടിൽ വന്ന് 2 പച്ച മെഴുകുതിരിയും നീല മെഴുകുതിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ഒരു 2023 സെപ്റ്റംബർ 14 പച്ച മെഴുകുതിരിയിൽ നിന്ന് 7 എന്ന് പറഞ്ഞ ലെറ്റർ ഉരുകി വീണു. അപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യം കേൾക്കുന്നതുകൊണ്ട് എനിക്കറിയായിരുന്നു എന്തോ വലിയൊരു അത്ഭുതം സംഭവിക്കാനാണെന്നറിയായിരുന്നു. അന്ന് മുതലേ ഞാൻ അതൊരു എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തന്നെ നിന്നു. പിന്നെ ഒരു 2025 ഒരു സെപ്റ്റംബർ മാസം ആയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അയർലൻഡിലേക്കുള്ള ഒരു കുട്ടികളുടെ ഹോമിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അത് ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ്, 5 പൈസ പോലും കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഞാനന്നേരം വലിയതായിട്ടത് മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മൾ നേരത്തെ നോക്കിയിട്ടൊന്നും നടക്കാത്തത് കൊണ്ട് മൈൻഡ് ചെയ്തേയില്ല. അങ്ങനെ നവംബർ 4 അതിൻ്റെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. ഇവിടെ വന്ന് മാതാവിനെ ഈശോനെ വിളിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 4 തന്നെ റിസൾട്ട് വന്നു, അതിന് പാസ്സായി. പിന്നെ എല്ലാം സമയ ചുരുക്കത്തിലായിരുന്നു നടന്നത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ ഈ 2026 മാർച്ച് മാസം വന്ന് മാർച്ച് മാസം 12 വിസയ്ക്ക് വേണ്ടി വെച്ചു. ഏപ്രിൽ 7
ഇവിടെ വന്ന 7ാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ മെയ് മാസം 5-ാം തീയതി ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ ഞാനത് ഏജൻസിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇവിടെ ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ധ്യാനം നടക്കുന്ന സമയത്ത് തന്നെ അവരെനിക്ക് അപ്രൂവ്ഡ് ആയെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ മെയ് മാസം 7-ാം തീയതി തന്നെ എനിക്ക് വിസ കിട്ടി. അന്ന് 2023 എൻ്റെ മെഴുകുതിരിയിൽ നിന്ന് അടർന്ന് വീണ ആ 7 എന്നുള്ള തീയതിയിലാണ് എനിക്ക് വിസ വന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പത്രം കൊടുത്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൊൻകുന്നം, കോട്ടയം, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട്. കൂടുതലായിട്ടും ഓട്ടോക്കാർക്കൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തൊരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പട്ടുമല പള്ളിയുടെ പുറകിൽ അവിടെ തമിഴ് ആൾക്കാർ താമസിക്കുന്ന ലയങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി തമിഴ് പത്രം വാങ്ങിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങി. വേറൊരു ചേച്ചിയും ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരുടെയാണ് പോകുന്നത്. കാശുരൂപവും പത്രവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തി ആണേലും നമ്മളോട് ആര് കൈ നീട്ടിയാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏന്ത്യയിലൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അവിടെ അമ്മമാരുടെ പാത്രം കഴുകി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ബൈബിൾ വായിക്കാൻ, എനിക്ക് ഈശോയെ അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇവിടെ വന്ന് ജോസഫ് അച്ഛനാണ് അതിനുള്ളൊരു അനുഗ്രഹം നമുക്ക് തന്നത്. ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈശോയെ അറിഞ്ഞത്. അതുപോലെ ബൈബിള് മുട്ടി നിന്ന് 1 മണിക്കൂർ ജപമാല ചൊല്ലാനും അതുപോലെ തന്നെ 1 മണിക്കൂർ ബൈബിൾ വായിക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ജപമാലയും രാവിലെയും വൈകിട്ടും ഞാൻ സായാജ്ഞ പ്രാർത്ഥന വൈകിട്ടും കൂടുന്നുണ്ട്. രാവിലെ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 7-ാം വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ കഷ്ടതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കൈപിടിച്ച് നേർവഴിക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. മരുഭൂമിയിൽ വഴിതെറ്റിയ മക്കൾക്ക് വഴികാട്ടിയായി നിന്ന ദൈവമാണ് ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നേർവഴിക്ക് നമ്മുടെ കൂടെയുള്ള ആ ദൈവം. ഇന്നും ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ നമ്മെ ഇടയാക്കുന്ന ഒരു വലിയ നടപടിയാണ്, ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂസ്ഡ് ആകുന്ന നിമിഷങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, യാതൊരു വഴിയുമില്ല എന്ന് ഓർത്തിരിക്കുമ്പോൾ നമ്മെ തിരിച്ച് സമാധാനത്തിൻ്റെ വഴിയിലൂടെ ആ സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക്, വാസയോഗ്യമായ ആ നഗരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ആ മനുഷ്യരെ വിശ്വാസത്തിലൂടെ ആത്മീയ സുരക്ഷ നൽകുന്ന ആ ദൈവമാണ് ഇന്നും നമുക്ക് ആത്മീയ സുരക്ഷ നൽകി നമ്മുടെ കൂടെ നടത്തുന്ന ജീവിതയാത്രയിൽ നമ്മുടെ കൂടെയുള്ള വാഗ്ദാന പേടകമായ ആ ദൈവം. അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ സംരക്ഷണവും സ്നേഹവും പരിപാലനയും അടുത്തറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് സേതുലക്ഷ്മി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ ജീവിതത്തിൽ IELTS പഠനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാഡമാണ് ഈ മക്കളോട്, അതായത് 3 സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്. ആ പഠിപ്പിച്ച മാഡം തന്നെയാണ് ഈ മക്കളോട് പറഞ്ഞത്, ഉടമ്പടി എടുക്കുക, വിദേശത്ത് പോകാനുള്ള എല്ലാ കാര്യവും അമ്മ മാതാവ് കൃപാസനം അമ്മ നിങ്ങളെ സഹായിക്കുമെന്ന്. അതിന് പ്രകാരം ഈ മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. 3 കുട്ടികളും ആ 3 സ്റ്റുഡൻസും പാസ്സായി. പിന്നീട് യു കെക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 10 ലക്ഷത്തോളമാണ് ആവശ്യമായി വന്നത്. പക്ഷെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ എഡ്യൂക്കേഷൻ ലോൺ പോലും കിട്ടാത്ത ആ അവസ്ഥയിൽ വീണ്ടും ഒരു തളർന്ന നിമിഷങ്ങളാണ്. എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാനായിട്ടാവുന്നില്ല. പിന്നീടാണ് ലോൺ കിട്ടില്ല എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കിടയിൽ മെഴുകുതിരിയിൽ 7 എന്ന അക്കം വളരെ വ്യക്തമായിട്ട് തന്നെ അത് തെളിഞ്ഞു വന്നു. അതുമായിട്ടാണ് ഈ മകൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അവിടെ ഈ മകൾ ആലോചിച്ചു എന്തായിരിക്കാം ഈ 7 എന്ന അക്കത്തിൻ്റെ അർത്ഥം. പിന്നീട് ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നീടാണ് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് MSW കംപ്ലീറ്റ് ആയ ഈ മകൾ വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു വേക്കൻസിയെ പറ്റി അറിയുകയും അങ്ങോട്ട് തന്നെ ഉള്ള പേപ്പർ വർക്കെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാകുന്നത്. ഏപ്രിൽ 7-ന് ഈ മകൾ 7-ാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കുന്നത്.
ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്ന ഒരു മകളാണ് സേതുലക്ഷ്മി. ഏപ്രിൽ 7-ാം തീയതി 7ാമത്തെ പുതുക്കലിന് ശേഷം, അതായത് ഒന്നും തളർത്താതെ കിട്ടുന്ന കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ട്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉടമ്പടിയിൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സേതുലക്ഷ്മി മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം ഏപ്രിൽ 7-ാം തീയതി വന്ന് പുതുക്കിയതിന് ശേഷം മെയ് 7-ന് തന്നെയാണ് വിസ കിട്ടുന്നത്. ആ കാണിച്ച മെഴുകുതിരിയിൽ വന്ന 7 പിന്നീടാണ് മനസ്സിലായത്, അമ്മ കാണിച്ചു തന്ന 7 അമ്മയുടെ സാന്നിധ്യത്തിലുള്ളത് തന്നെയാണ്, അമ്മ തന്ന ഗിഫ്റ്റാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഡിസംബർ 7, 2004 ഡിസംബർ 7-ാം തീയതി 2:30 ആ 7 എന്ന അക്കം മെഴുകുതിരിയിൽ കാണിച്ചു കൊടുത്തത് ഈ മെയ് 7-ാം തീയതി വിസ ലഭിച്ചതുമായിട്ട് വളരെ ഏറെ കണക്ഷനുണ്ട്. കാരണം അമ്മ തന്ന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു വിസ എന്ന് കാണിക്കുന്ന ഒരു വലിയ അടയാളമായിട്ടാണ് മെയ് 7-ാം തീയതി വിസ ഈ മകളുടെ കയ്യിൽ കിട്ടുക. പിന്നീട് പേപ്പർ വർക്കെല്ലാം ക്ലിയറായി അയർലൻഡ് പോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് സേതുലക്ഷ്മി ഇന്ന് ദൈവത്തിനും ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാനാണ് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും നടത്തി വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടെ നിന്ന് നേർവഴിക്ക് നയിച്ചു എന്നത് എല്ലാ കാര്യത്തിലും. ഒരുപക്ഷെ ആദ്യം ഈ മകൾ ശ്രമിച്ച UK പോകാനാണ്, പക്ഷെങ്കിൽ അവിടെയെല്ലാം തടസ്സങ്ങളായിരുന്നു. അതെല്ലാം ആ തടസ്സങ്ങളുണ്ടായിരുന്ന അതിനിടയിൽ കൂടിയാണ് പുതിയ ഒരു വാതിൽ അമ്മ മാതാവ് തുറന്നു കൊടുക്കുന്നത്. ആ ഒരു ചിലവുമില്ലാതെ, ഒരു എക്സ്പെൻസും ഇല്ലാതെ, യാതൊരു ചിലവുമില്ലാതെ, ഇവിടെ 10 ലക്ഷം പറഞ്ഞത് ഇവിടെ ഒരു ചിലവുമില്ലാതെയാണ് ഇന്ന് ഈ മകൾക്ക് വിസയും ടിക്കറ്റും എല്ലാം കിട്ടി ഇപ്പോൾ അയർലൻഡിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്നാലും വെറുതെ ആയിരിക്കില്ല നമ്മുടെ കാത്തിരിപ്പ്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു വലിയ പദ്ധതിയുണ്ട്. നമ്മൾ പൈസ ഇല്ല, കാശില്ല, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് നെട്ടുപോട്ട് ഓടുമ്പോൾ സേതുലക്ഷ്മി 7 പ്രാവശ്യം പുതുക്കി വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഈശോയും അമ്മയും ഒരു വഴി തുറന്നു തരുമെന്ന വിശ്വാസത്തിൽ. അങ്ങനെയാണ് സങ്കീർത്തനം 107:7 സേതുലക്ഷ്മിയുടെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചുവെന്ന്. ആ നേർവഴിയുള്ളത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ സ്ഥിരതയോടെ നിലനിൽക്കുവാൻ സേതുലക്ഷ്മിക്ക് സാധിച്ചു. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങളാവാം, തടസ്സങ്ങളാവാം, എന്തു തന്നെയായാലും ഈ തടസ്സങ്ങളെല്ലാം മാറ്റി ഈശോയും അമ്മയും കൂടെ നിന്ന് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്കൊരു വാസയോഗ്യമായ നഗരത്തിലെത്തുവാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. തിരിയിൽ വന്ന ആ ദൈവ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കൺഫ്യൂസ്ഡ് സ്റ്റേജുകളിലും സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്കും തിരിച്ചു വരാം. വഴിതെറ്റിയ വ്യക്തികളെന്ന പോലെ ഈശോയും അമ്മയും തിരിച്ചു കൊണ്ടുപോകുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലെങ്കിലും ഈശോയിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മയെയും ആ ശരിയായ നേർവഴിക്ക് നടത്തുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപാസന ഉടമ്പടി ജീവിതം ഒരു ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ആ ആത്മീയ യാത്രയിൽ പരിശുദ്ധമ്മ കൃപാസന അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് മുന്നോട്ട് നയിക്കാം. സേതുലക്ഷ്മിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.